വാട്ട് ഈസ് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് ചോദിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങ് സെലസ്റ്റിയൽ സ്ഫിയർ എന്നൊരു സ്ഫിയർ ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഒബ്സർവേഷണൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണത്. അതിൻ്റെ അകത്ത് നമുക്ക് യാതൊരു തർക്കവുമില്ല. അത് ഞാൻ പറഞ്ഞതല്ല. അതായത് ശരിയല്ല, ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് നമുക്ക് 100% ശരിയല്ല എന്നറിയാവുന്ന പല ഹൈപ്പോത്തസിസുകളും എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ, ഞാനിപ്പോ അതിനെ എങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ ഹൈപ്പോത്തിസിസ് വേറെ, ടൂള് വേറെ. ഓക്കെ, ആയിക്കോട്ടെ, അതിപ്പം നമ്മുടെ ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ചെയ്യാം. അല്ല, ടൂളാണെങ്കിൽ ആ ടൂള് തെറ്റാണ്, ആ ടൂള് സയന്റിഫിക്കലി തെറ്റാണ്. അതായത് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറയുന്ന ഒരു സ്ഫിയർ ഇല്ല, സെലസ്റ്റിയൽ സ്ഫിയർ എന്നൊരു സ്ഫിയർ ഇല്ല. അപ്പോ എന്താണ് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷാബു പറഞ്ഞത് അതൊരു ഹൈപ്പോത്തസിസ് ആണ് എന്നാണ്. എന്തുകൊണ്ടാണ് അത് ഹൈപ്പോത്തസിസ് അല്ല, അതൊരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹൈപ്പോത്തസിസ് എന്താണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സാധാരണ നമ്മൾ ഒരു ഒബ്സർവേഷൻ നമുക്കൊരു ഒബ്സർവേഷൻ നമ്മൾ ചെയ്തു, വി സോ സംതിങ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചെടി നട്ടിട്ട് അതിന് എന്നും വെള്ളമൊഴിച്ചാൽ അത് പെട്ടെന്ന് വളരും എന്നുള്ളത് ഒരു ഒബ്സർവേഷനാണ്. ഇതിന് ശാസ്ത്രീയമായ വലിയ അറിവോ പാണ്ഡിത്യമോ അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയല്ല. പക്ഷേ ഈ ഹൈപ്പോത്തസിസിനെ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഇതൊരു ഹൈപ്പോത്തസിസാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ചെടി വളരുന്നു. ഇറ്റ്സ് എ ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ്. എങ്ങനെയാണ്? ചെടിയുണ്ട്, വെള്ളമുണ്ട്, അത് വളർച്ച നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് കാണാൻ പറ്റും. അപ്പം വെള്ളം ഒഴിക്കാത്ത ഒരു ചെടിയും വെള്ളം ഒഴിക്കുന്ന ഒരു ചെടിയും, രണ്ട് ചെടികൾ, ഒന്നിന് വെള്ളം ഒഴിക്കുന്നു, മറ്റൊന്നിന് വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തസിസ് ഒരു ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ് ആവുന്ന എപ്പോഴാണ്? വെള്ളം ഒഴിക്കാത്ത ചെടി പട്ടുപോകുന്നു, വെള്ളം ഒഴിക്കുന്ന ചെടി പെട്ടെന്ന് വളരുന്നു. ഇതാണ് ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ്. ഇനി വേറെ ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് വീട്ടിൽ വണ്ടിയുള്ള വീടാണ്, മോട്ടോർ സൈക്കിളോ കാറോ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഒരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മളുടെ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? വാട്ട് വുഡ് ബി അവർ ഐഡിയ? നമ്മുടെ വണ്ടി ആരോ പുറത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നു, അല്ലേ? ഏലിയൻസ് അവിടെ വന്നു എന്ന് നമ്മൾ കരുതില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലെ വണ്ടി നമ്മുടെ ഗറാജിൽ കൊണ്ട് പാർക്ക് ചെയ്തു എന്ന് നമ്മൾ കരുതി. നമ്മുടെ വണ്ടി തന്നെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഇതെങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ജനൽ തുറന്ന് പുറത്ത് നോക്കുക, അല്ലെങ്കിൽ വെളി ഇറങ്ങി നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റഡ്. അപ്പോൾ ടെസ്റ്റബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആകുമ്പം ഇറ്റ് ഷുഡ് ഓൾസോ ബി ഫോൾസിഫയബിൾ. മീനിങ് ഇതൊരു ഒബ്സർവേഷൻ ഉണ്ട്, ഒബ്സർവേഷൻ ഇല്ലാത്ത സാധനത്തിന് നമുക്ക് ഫോൾസിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ക്ലെയിം വെക്കുന്നു, യാതൊരു അടിസ്ഥാനവും യാതൊരു തെളിവുമില്ലാതെ ഒരു ക്ലെയിം വെക്കുന്നു. ആ ക്ലെയിം വെച്ചിട്ട് ഇത് ഒരു അൺനോൺ ഫോഴ്സ് അവിടെ അപ്പുറത്ത് തെക്കേപ്പറമ്പിൽ ഒരു അൺനോൺ ഫോഴ്സ് വന്ന് നിൽപ്പുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ പറയുന്ന വ്യക്തി ആ ഒബ്സർവേഷൻ നടത്തിയിരിക്കണം. ആ ഒബ്സർവേഷൻ എപ്പോഴാണ് നടത്തിയത്, എന്നിട്ട് ഈ ഒബ്സർവേഷൻ എപ്പോഴാണ് നടത്തിയതെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ഒക്കർ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെ കൂടി വിളിച്ചു കൊണ്ടുപോയി കാണിക്കണം. ഇതുകൊണ്ടാണ് ഒരു അൺനോൺ ഫോഴ്സ് അവിടെ വന്ന് നിൽപ്പുണ്ട് എന്ന് കാണിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ് ആകും. ഒരു സ്കിമാറ്റിക്കിനെ എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മാപ്പിനെ എടുത്ത് വെച്ചിട്ട്, അത് ഭൂമിയുടെ മാപ്പായിരിക്കാം, അത് നമ്മുടെ സെലസ്റ്റിയൽ സ്ഫിയർ ആയിരിക്കാം, നാവിഗേഷൻ മാപ്പായിരിക്കാം. നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുന്നവരല്ലേ? അപ്പോൾ നമ്മൾ ഗൂഗിൾ റെക്ടാങ്കുലർ സ്ക്രീനാണല്ലോ, ഈ ഫോണിൻ്റെയൊക്കെ റെക്ടാങ്കുലർ സ്ക്രീനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു നീല വര നമുക്ക് കാണാൻ പറ്റും. ഓടിക്കാൻ പോകുന്നിടവും ഒരു നീല വരയും, ഓടിച്ച് കഴിഞ്ഞിടത്ത് ഒരു ലൈറ്റ് ബ്ലൂ കളറും. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു സ്കീമാറ്റിക്കാണ്. നമ്മൾ പോകാനിരിക്കുന്ന വഴിയും പോയി കഴിഞ്ഞ വഴിയും കാണിക്കുകയാണ്. അത് ഈ നമ്മുടെ ഷാബു പ്രസാദ് പറയുന്നത് അത് ഇല്ലാത്തൊരു സാധനമാണ്. ഇല്ലാത്ത സാധനമല്ല, അതൊരു ടൂളാണ്, അതൊരു സ്കീമാറ്റിക്കാണ്, അതൊരു റെപ്രസെൻറ്റേഷനാണ്, അതൊരു ഹൈപ്പോത്തസിസ് അല്ല. ഇറ്റ്സ് എ മാപ്പ്. അപ്പം സെലസ്റ്റിയൽ സ്ഫിയർ ഇസ് എ മാപ്പ്. ഇറ്റ് ഈസ് നോട്ട് എ ഹൈപ്പോത്തസിസ്. ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ സ്റ്റാർസ്. യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്ന നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും പൊസിഷൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അത് നമുക്ക് മാപ്പ് ചെയ്ത് നമുക്ക് പല ആപ്പുകളിൽ കൂടി നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ആപ്പ് തുറന്ന് വെച്ചിട്ട് ആ നക്ഷത്രം അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അത് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഷാബു വാക്കുകൾ വെച്ചിട്ടുള്ള കളിയാണ് നടത്തുന്നത്.
ഹൈപ്പോത്തസിസ് എന്ന വാക്ക് അയാൾക്ക് അറിയില്ല എന്താണ് അതിൻ്റെ മീനിങ് എന്ന്. അത് ചിലപ്പം ഈ സാഹിത്യ ഭാഷയിൽ ഹൈപ്പോത്തസിസ് എന്ന വാക്ക് കേട്ടതുകൊണ്ടായിരിക്കാം. അദ്ദേഹം സയൻസ് പഠിച്ചൊരു വ്യക്തിയല്ല. സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹൈപ്പോത്തസിസ് എന്നുള്ള വാക്ക് ഒരു ടൂളായിട്ട്, ഒരു സിനണിമായിട്ട്, അതിൻ്റെ ഒരു പര്യായ പദമായിട്ട് അയാൾ ആരും ഉപയോഗിക്കില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എനിക്ക് ഷാബു പ്രസാദിനോട് വിരോധമോ അങ്ങയുടെ എന്തെങ്കിലും പ്രത്യേക വ്യക്തി വൈരാഗ്യമോ ഒന്നും എനിക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അയാൾ ഇംഗ്ലീഷിൽ ഹൈപ്പോത്തസിസ് എന്ന വാക്ക് തെറ്റായി പ്രയോഗിച്ചത് കൊണ്ടാണ് എനിക്കിത് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. താങ്ക് യു.